ദൈവം സകലവും കരുതും, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. ഒരു കൂട്ടായ്മയിലേക്ക് പോകുമ്പോൾ, ഒരു ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മളെല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ വീടുകളിലും ആരാധിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കാറുണ്ട്. എന്നാൽ പലർക്കും ഈ ഭാരം ഇറക്കി വെക്കേണ്ടത് എവിടെയാണെന്ന് പലർക്കും അറിയത്തില്ല. 10 ലക്ഷം രൂപ ലോൺ എടുക്കാറുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ലോൺ അടയ്ക്കാൻ വഴിയില്ലാതെ വരുമ്പോൾ ലോണ് വലുതാകുന്നു, അടയ്ക്കേണ്ട തുക പെരുകുന്നു. അങ്ങനെ അവസാനം ജപ്തി നോട്ടീസ് വരുമ്പോൾ കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഭാരം ഇറക്കി വെക്കേണ്ടത് എവിടെയാണെന്ന് പലപ്പോഴും മറന്നു പോകുന്നു, അല്ലെങ്കിൽ അറിയാതെ പോകുന്നു. ജീവിതത്തിൽ നിരാശകൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഭാരം ഇറക്കി വെക്കേണ്ടത് എവിടെയാണെന്ന് പലപ്പോഴും തിരിച്ചറിയാതെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. പ്രിയരെ, നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, കടമുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തത്? നമുക്കറിയാം നമ്മുടെ ഭാരങ്ങൾ എവിടെ ഇറക്കി വെക്കണമെന്ന്. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി ഭാരങ്ങൾ വന്നപ്പോൾ ഈ ദൈവം നമ്മളെ താങ്ങിയ എത്രയോ അനുഭവങ്ങളുണ്ട്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതിയാട്ടെ. ആ അനുഭവങ്ങൾ അനേകരെ സ്പർശിക്കട്ടെ. അനേകർ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ അത് കാരണമായി തീരട്ടെ. അനേകർ അവരുടെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുവാൻ അവർ തീരുമാനങ്ങൾ എടുക്കട്ടെ. 1 പത്രോസ് 5:7 ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിന്മേലിട്ടു കൊൾവിൻ. പ്രിയമുള്ളവരെ, ഈ വചനം നമുക്ക് തരുന്ന വലിയൊരു ഉറപ്പുണ്ട്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതുകൊണ്ട് നമ്മുടെ സകല ചിന്താകുലങ്ങളും ദൈവത്തിൻ്റെ മേൽ നമുക്ക് ഇറക്കി വയ്ക്കാം. നമുക്ക് ആശ്രയിക്കുവാൻ ഇങ്ങനെ കരുതുന്ന ഒരു ദൈവമുള്ളതിനായി സ്തോത്രം. ഈ ദൈവം പല സാഹചര്യങ്ങളും നമ്മളെ താങ്ങിയത് കൊണ്ടാണ് നമ്മളിന്ന് നിൽക്കുന്നത്. നമ്മുടെ കഴിവല്ല. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും താങ്ങി നിർത്തിയിരിക്കുവാണ് ഈ ദൈവം. ഈ ദൈവത്തിൻ്റെ താങ്ങില്ലായിരുന്നുവെങ്കിൽ, ഈ ദൈവത്തിൻ്റെ കരുതലില്ലായിരുന്നുവെങ്കിൽ നമ്മളൊരുപക്ഷെ ഈ ഭൂമിയിൽ നിന്നേ പോകുമായിരുന്നു. അതുകൊണ്ട് ഭാരങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുക. ദൈവത്തോട് പറയുക, ദൈവം തക്ക സമയത്ത് നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കും. ഇന്ന് നമ്മൾ വായിച്ച ഭാഗം ഒരിക്കലും മറന്നു പോകല്ലേ. അത് നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ്. ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിന്മേലിട്ടു കൊൾവിൻ. അതുകൊണ്ട് നമ്മുടെ സകല ഭാരങ്ങളും, നമ്മുടെ സകല ചിന്താകുലങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കാം. ദൈവം നമുക്കായി കരുതും. ഗോഡ് ബ്ലെസ് യു.